പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ അമ്പലവയൽ സുൽത്താൻ ബത്തേരി റൂട്ടിൽ ഒരു 26 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. കാപ്പി ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന പോലെ നല്ല കാപ്പിയൊക്കെ ഉണ്ട്, കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട്, തെങ്ങ് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു തോട്ടം, എല്ലാ വിളകളൊക്കെ ഉള്ള എല്ലാ കാർഷിക വിളകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു തോട്ടം, പ്ലാവ്, ചക്ക, മാങ്ങ അങ്ങനെയുള്ള എല്ലാ തെങ്ങ്, കവുങ്ങൊക്കെ ഉള്ള ഈ കാണുന്ന കൊച്ചു വീടും ഒരു ചെറിയൊരു ഓടിട്ട വീട്, നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ ഒരു വീടാണ് അതിലുള്ളത്. അപ്പം കിണറാണ്, വെള്ളത്തിന് കിണറുണ്ട്, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വീടിൻ്റെ ബാക്കിൽ തന്നെ കിണറാണ്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഏരിയ. അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് 21 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. അപ്പോൾ നേരെ നമ്മൾ കാണുന്ന പോലെ നേരെ ബാക്ക് വശത്താണ് കിണറുള്ളത്. ഇത് വീടിൻ്റെ ബാക്ക് വശം നമ്മൾ കാണുകയാണ്. അപ്പം കുഴപ്പമില്ലാത്തൊരു തെങ്ങും കാപ്പിയും കുരുമുളകൊക്കെ ആയിട്ട് ചെറിയ കുടുംബത്തിനൊരു പശുവോ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു കുടുംബത്തിന് ഓക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. വയനാട് ജില്ലയിൽ വയനാട്ടിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വഴിക്ക്, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് പോകുന്ന വഴിക്ക്, സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് ചുള്ളിയോട് വഴി പോകുമ്പോൾ ചുള്ളിയോട് എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. റോഡിൽ നിന്നും അധിക ദൂരമൊന്നുമില്ല, മെയിൻ റോഡിൽ നിന്നും അധിക ദൂരമൊന്നും വീട്ടിലേക്കില്ല. അപ്പം ആ കിണറാണ് ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നത്. ഷീറ്റൊക്കെ ഇട്ടിട്ട് ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് മൂടിയതാണ്, അതായത് ഇലകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. 26 സെൻറ്റ് സ്ഥലമാണ്, ഈ ഓടിട്ട വീട്, കിണർ, വെള്ളം ഒക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട്, കിണറുണ്ട്, കറണ്ട് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില നേരത്തെ പറഞ്ഞ പോലെ 21 ലക്ഷം രൂപ നെഗോഷ്യബിളാണ്. അപ്പം ചെറിയൊരു കുടുംബത്തിന് പറ്റിയൊരു വീട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദേവരാജ് അമ്പലവയൽ.